ഒരാൾ കരയുമ്പോൾ അയാളുടെ കണ്ണുനീർ തുടയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അത് മനസ്സിങ്ങനെ വേദന കൊണ്ട് തിങ്ങുമ്പോഴല്ലേ അധരങ്ങളിലൂടെ കണ്ണുനീര് ചാലുകീറുക. വേദനിക്കുമ്പോഴാണ് കരയുക. അങ്ങനെ വേദനിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും മാറിപ്പോയേക്കരുത്. കണ്ണുനീർ തുടയ്ക്കാനായിട്ട് നീട്ടുന്ന കരങ്ങളായിട്ട് നമ്മുടേത് മാറണം. ഈശോ ഉണ്ടല്ലോ, ഈശോ എപ്പോഴും കണ്ണുനീർ തുടക്കുന്നൊരു ദൈവമാണ്. നമ്മളിങ്ങനെ വേദനിക്കുമ്പം അകലെ നിന്ന് മാറി നിന്ന് നോക്കുന്ന ദൈവമല്ല. നമ്മൾ വേദനിക്കുമ്പോൾ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അവൻ അടുത്ത് വന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവമാണ്. വചനമുണ്ടല്ലോ, സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, മാറോടണയ്ക്കുന്ന ദൈവം, കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 21:4, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഈശോയുടെ മുന്നിൽ വരുന്ന ആ മൊമെൻറ്റിൽ തന്നെ അവൻ കരങ്ങൾ നീട്ടി നിങ്ങളുടെ കണ്ണുനീരൊപ്പമാണ്. നിങ്ങളുടെ വേദനകളെല്ലാം അവൻ്റെ വേദനകളാക്കി അവനെ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് അവൻ കുരിശിൽ മരിച്ചതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഭാരം വഹിച്ച് തകർന്ന് കണ്ണീരണിഞ്ഞ് ഈശോയുടെ മുന്നിൽ ചെല്ലുമ്പോൾ, മോളെ നിൻ്റെ വേദനകൾ എനിക്കിതാ, നിൻ്റെ ദുഃഖങ്ങൾ എനിക്കിതാ, നിൻ്റെ കഷ്ടതകൾ എനിക്കിതാ, നിൻ്റെ കണ്ണുനീർ കണ്ണുകൾ ഞാൻ ഒപ്പിയെടുക്കട്ടെ, നിന്നെ ഞാൻ സ്വന്തമാക്കട്ടെ. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയിലേക്ക് പോവാന്നേ. ഈശോയുടെ മുന്നിൽ നിന്ന് കരയട്ടെ, ഈശോയുടെ മുന്നിൽ നിന്ന് കരയാന്നേ. അവൻ കണ്ണുനീരൊപ്പി നിന്നെ അവിടുത്തെ സ്വന്തമാക്കി മാറ്റട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, അങ്ങേയ്ക്ക് നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.